ഹായ് കൂട്ടുകാരെ, മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ജാം റോളിന്റെ റെസിപ്പിയാണ്. ഇഷ്ടമായിട്ടുള്ള ദോശക്കല്ലയിലാണ് ഞാൻ ഇത് ഉണ്ടാക്കിയിരിക്കുന്ന. ഈ കേക്ക് ഉണ്ടാക്കി നമുക്ക് ജാം റോൾ ഉണ്ടാക്കുന്ന വിധമാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ജാം റോളാണ്. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ബേക്കറികളിലൊക്കെ കിട്ടുന്ന ജാം റോൾ ഒന്ന് ഉണ്ടാക്കിയാലും നമ്മുടെ ദോശക്കല്ലയിലാണ് നമുക്ക് ഉണ്ടാക്കുന്ന. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത്. അതിനായിട്ട് ഞാൻ മിക്സിയുടെ ജാർ എടുത്ത് വെച്ചാൽ അതിലേക്ക് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് നമുക്ക് നല്ലോണം ഒന്ന് പൊടിച്ചുകൊണ്ട് വരാവേ. 6 ടേബിൾ സ്പൂൺ പൊടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ 2 മുട്ട എടുത്ത് ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാവേ. 2 മുട്ട ഇട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് വാനില എസൻസും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് നല്ലോണം ഒന്ന് അടിച്ചുകൊണ്ട് വരാം. നല്ലോണം മുട്ടയും പഞ്ചസാരയും എല്ലാം അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇടേണ്ടത് ഒരു 1/4 കപ്പ് തൈരാണ്. ഫ്രിഡ്ജിൽ വെക്കാത്ത തൈര് വേണം. ഇത് 2.5 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടെ ഇതിലേക്ക് ഒഴിക്കുക. വെച്ചിട്ട് ഒന്നുകൂടെ നമുക്കൊന്ന് അടിച്ചുകൊണ്ട് വരാം. തൈര് ഓയിലും എല്ലാം ഒഴിച്ച ശേഷം അടിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ലൂസാണ്, ഈ പരുവത്തിലാണ് കിട്ടുന്നത് കേട്ടോ. ഇച്ചിരി ലൂസാണ്, നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുന്ന പോലെയല്ല, ഇച്ചിരി ലൂസായിട്ടാണ് കിട്ടുന്നത്. നമുക്ക് ഇതിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ട് 1/2 കപ്പ് മൈദ ഇടാവേ. ഇതിലേക്ക് 1/2 കപ്പ് മൈദ ഇട്ടു, 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ടു, ഒരു ഉപ്പ് ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് അരിച്ച് ഇതിലേക്കൊന്ന് ഇടാം. 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, ഒരു ഉപ്പ് ഇത്ര ഇട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇട്ടതിന് ശേഷം നമുക്കൊന്ന് നല്ലോണം നടക്കാം. ഞാൻ പറഞ്ഞല്ലോ ഇത് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. അതോർത്ത് ആരും ടെൻഷൻ അടിക്കണ്ട. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ. ബേക്കറികളിൽ നിന്നൊക്കെ കിട്ടുന്ന എത്രയാ ഒരു ഇതിന് നമുക്ക് ഒരു ജാം റോളിന് മേടിക്കുന്ന എത്ര രൂപയാണ് മേടിക്കുന്നത്. നമുക്ക് വീട്ടിൽ തന്നെ ഇതൊക്കെ ഉണ്ടാക്കി. ദോശക്കല്ലയിലാണ് ഉണ്ടാക്കുന്നത്, ഓവനിലൊന്നുമല്ല. നല്ലോണം നമുക്കൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ദോശക്കല്ല് അടുപ്പിലോട്ട് വെക്കാം. പഴയ ഒരു ദോശക്കല്ല്, ഇത് ഉപയോഗിക്കാത്തതാണ്. കുറെ ഉപയോഗിച്ചൊക്കെ ഇത് കളഞ്ഞിട്ട് ഞാനിത് കളഞ്ഞേക്കുന്ന ഒരു ദോശക്കല്ലാണ്. ഈ ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. ഇത് നല്ലോണം ചൂടാകാൻ വേണ്ടി വെച്ചേക്കുവാണ്. അപ്പം ഈ ദോശക്കല്ലെല്ലാം നമ്മൾ മാവ് ഒഴിക്കുന്നത്. നമ്മൾ വേറൊരു ദോശക്കല്ലാണ്. അപ്പോൾ എന്നിട്ട് അതാണ് ഇതിലോട്ട് എടുത്ത് വെക്കും. അപ്പം ഇതുപോലെ ഒരു ദോശക്കല്ലാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു. ഇത് എണ്ണയൊന്നും തൂക്കണ്ട, ചുമ്മാ അങ്ങ് മാവ് ഒഴിച്ചു കൊടുക്കുക. ഇത് കണ്ടോ, ഈ ലൂസായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ സാധാരണ കേക്ക് വെക്കുന്ന പോലെ നല്ലോണം ഇതിന്റെ ഇറക്കി ഒന്ന് പോകാൻ വേണ്ടി നല്ലോണം ഇങ്ങനെ ഒന്ന് വെക്കണം. ഇപ്പം നമ്മുടെ ഈ ചൂടായി കിടക്കുന്ന പാനിലേക്ക് വെക്കുവാണിത്. വെച്ചു. എന്നിട്ട് നമ്മളൊന്ന് മൂടണേ. ഞാൻ ഇതുപോലെ ഒരു അടപ്പം കൊണ്ടാണ്, സ്റ്റീലിന്റെ അടപ്പുണ്ടെങ്കിലും അതാണേലും മതി. ഇതുകൊണ്ട് ഇതുപോലൊന്ന് മൂടിയെടുക്കും. ഒരു 10 മിനിറ്റ് മതി. ആദ്യമേ ഒരു 2 മിനിറ്റ് ഫുൾ തീയെ കിടക്കണം. എന്നിട്ട് മീഡിയത്തിൽ കൊണ്ടിട്ടിട്ട് 10 മിനിറ്റ് അപ്പം വേഗം. ഇനി നമുക്കിത് മീഡിയത്തിൽ കൊണ്ടുവെക്കാം. തീരെ ലോയിലല്ല, മീഡിയത്തിൽ. കണ്ടോ, ഈ തീയില് ഇത് 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളൊന്ന് തുറന്ന് നോക്കുക. അതിന് ശേഷം ഇല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് നേരം കൊണ്ട് കേക്ക് വേവും. അപ്പം ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ അടപ്പൊന്ന് മാറ്റി വെച്ചായിരുന്നു. ഇത് പൊങ്ങി വന്നപ്പോൾ ആ അടപ്പേ മുട്ടിയായിരുന്നു. അപ്പൊ ഞാൻ വേറൊരു സ്റ്റീൽ പാത്രമാണ് മൂടിയത്. ഇപ്പൊ നമുക്കിനി ഇതോടുകൂടി തന്നെ 4 വശം ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഒരു ബട്ടർ പേപ്പർ ഇട്ടിട്ട് അതിന്റെ പുറത്തോട്ട് ഇതിടാവേ. കണ്ടോ, ഒന്നുമില്ല, കരിഞ്ഞിട്ടൊന്നുമില്ല. കണ്ടോ, നമുക്കിതൊന്ന് കട്ട് ചെയ്യണേ, മുറിക്കണം കേട്ടോ. 4 വശം ഒന്ന് മുറിച്ചിട്ട് നമുക്ക് ലെവലാക്കണം കുറേശ്ശെ. ഇത് കളയേണ്ടത്, തിന്നാൻ നല്ലതാ കേട്ടോ. ഇച്ചിരിയൊക്കെ പേപ്പറെ ഒട്ടിപ്പിടിക്കും, അതൊന്നും കുഴപ്പമില്ല. നമുക്ക് ഈ ബട്ടർ പേപ്പർ വേറെ മാറാൻ പറ്റും കേട്ടോ. 4 വശവും ഇതുപോലെ എടുത്ത് കളയും. എന്നിട്ട് നമുക്ക് ചൂടോടുകൂടി തന്നെ ഇതൊന്ന് ചുരുട്ടാവേ. ഇപ്പം കണ്ടോ, ഞാൻ ചുരുട്ടുന്ന പോലെ അങ്ങ് റോൾ ചെയ്ത് അങ്ങ് ചുരുട്ടിയെടുക്കും. കണ്ടോ, റോളാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ല ചൂടാണല്ലോ, 2 വശം ഇങ്ങനെ പിരിച്ച് ഞാൻ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം. ഇതെന്താ തണുക്കട്ടെ. നല്ല നമ്മുടെ കയ്യെ പിടിച്ച നല്ല ചൂടാണ്. ദോശക്കല്ലേന്ന് എടുത്തോണ്ടാണ് ഇതിലോട്ട് ഇട്ടത്. അപ്പൊ നല്ലോണം ഇത് തണുക്കട്ടെ. അതുവരെ ഇനി തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇത് നല്ലോണം ഇത് നിവർക്കാൻ പറ്റും. അപ്പം പൊട്ടിയൊന്നും പോകത്തില്ല കേട്ടോ. ഈ സമയം നമുക്ക് ജാമൊക്കെ ഒന്ന് റെഡിയാക്കാം. മിക്സഡ് ഫ്രൂട്ടിന്റെ ജാമാണ് എടുത്തേക്കുന്നത്. ഞാനൊരു വലിയൊരു സ്പൂൺ ഇട്ടിട്ടുണ്ട്. വലിയ 3 സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ 3 സ്പൂൺ എടുത്തിട്ടുണ്ട്. നല്ലോണം ഇതൊന്ന് അടിച്ച് നല്ല ഇതാക്കണം. ഇത് കട്ടയായിട്ടിരിക്കുമല്ലോ, നല്ലോണം ഒന്ന് അടിച്ചൊന്ന് ലൂസാക്കാം. നമുക്കിത് 2-3 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് കേട്ടോ, ഞാൻ അടിച്ചു വെച്ചതാണ് കാണിക്കുന്നത്. ഇത് നല്ലോണം ഒന്ന് ലൂസാക്കാം നമുക്ക്.
ഇത് ചൂടാറിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഒഴിച്ച് നോക്കാവേ. ഇത് പേപ്പറിലൊക്കെ ഒട്ടും, ആ സാരമില്ല. അത് നമ്മൾ ചൂടോടുകൂടി തന്നെ കേക്ക് ഇട്ടത് കൊണ്ടാണ്, കമത്തി ഇട്ടത് കൊണ്ടാണ്. ഇത് കണ്ട ഇപ്പം മുറിഞ്ഞു പോകാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിങ്ങനെ പയ്യെ ഇതൊന്ന് അടത്തിയെടുക്കും. അടത്തിയെടുത്തിട്ട് വേറൊരു ബട്ടർ പേപ്പറിലോട്ട് വെക്കാവേ. എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യമേ നമ്മുടെ ജാം അങ്ങോട്ട് ശരിക്കും നല്ലോണം അങ്ങോട്ട് കേക്കിന്റെ എല്ലാ വശത്തോട്ടും തൂത്ത് വെക്കാവേ. നമ്മളിത് ഒരു പീസ് കടയിൽ നിന്ന് മേടിക്കണേ എത്ര രൂപയാണെന്നറിയാമോ? 2 മുട്ടയും 1/2 കപ്പ് മൈദയും പഞ്ചസാര ഇച്ചിരി ഉണ്ടെങ്കിൽ. ജാമൊക്കെ നമ്മുടെ വീട്ടിൽ പിള്ളേരൊക്കെ ഉള്ള വീടുകളിൽ എപ്പോഴും ബ്രെഡേലൊക്കെ തൂക്കാൻ ജാമൊക്കെ കാണുമല്ലോ. ജാമ് തേച്ചു. നീ ഇപ്പം വിപ്പിംഗ് ക്രീം വേണ്ടാത്തവർ തേക്കണ്ട കേട്ടോ. വിപ്പിംഗ് ക്രീം കൂടെ തേക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇങ്ങനത്തെ ജാം റോളും ഉണ്ട്, ജാം തന്നെ തേച്ചതും ഉണ്ട് കേട്ടോ. അത് വിപ്പിംഗ് ക്രീം ഒത്തിരി വേണ്ട, ചെറിയ രീതിയിൽ ഒന്ന് നൈസായിട്ടൊന്ന് തൂത്ത് വിട്ടാച്ചാൽ മതി കേട്ടോ. ഒത്തിരി വിപ്പിംഗ് ക്രീം വേണ്ട. അതിനുശേഷം നമുക്ക് സാധാരണ പോലെ മുമ്പ് ചുരുട്ടിയ പോലെ തന്നെ നമുക്കിതൊന്ന് റോളാക്കി എടുക്കാവേ. കണ്ടോ? എന്നിട്ട് നമ്മൾ ശരിക്കും ഇതൊന്ന് ചുരുട്ടിയെടുക്കും. രണ്ട് വശവും മറ്റതുപോലെ തന്നെ നമ്മളൊന്ന് ചുരുട്ടിയെടുക്കും. ഇത് സെറ്റാകാൻ വേണ്ടി നമ്മൾ ഫ്രിഡ്ജിൽ 1 മണിക്കൂർ നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കും. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നയിച്ചെടുക്കാവേ. ഇതിൻ്റെ എക്സ്ട്രാ ഇങ്ങനെ വന്നതാണ്, അത് പൊക്കോട്ട് കേട്ടോ. മണിക്കൂർ നല്ല സെറ്റായിട്ടിരിക്കുവാണ്. നമുക്ക് ഇച്ചിരി ജാം എടുത്തിട്ട്, ജാം ശകലം ഞാൻ ഇങ്ങനെ എടുത്ത് ഇതെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിൻ്റെ പുറത്തെല്ലാം ജാം വരട്ടണം. ശരിക്കും എല്ലായിടും ഒന്ന് തൂക്കാവേ. ഡ്രൈ ആയിട്ടുള്ള കോക്കനട്ട് ഇല്ല, നമ്മൾ ഇതൊക്കെ കടയിൽ മേടിക്കാൻ കിട്ടുന്നു, അതെടുത്തിട്ട് നമുക്കൊന്ന് ഇച്ചിരി ഒന്നിങ്ങനെ തൂവി കൊടുക്കണം. നല്ല ടേസ്റ്റാണ് ഇത് കേട്ടോ. മുറിക്കാവേ. ഇതിൻ്റെ അറ്റവശം അങ്ങ് നമുക്ക് കളയാം. കണ്ടോ? ഇത് നമുക്കിനി ഓരോ പീസായിട്ട് ഇത് മുറിച്ചെടുക്കാം. ഇത് മുറിച്ച് നമുക്ക് എടുത്തിട്ട് നമ്മുടെ പാത്രത്തിലോട്ട് എടുത്ത് വെക്കാം. അപ്പം ഞാൻ എല്ലാം പുരട്ടി നല്ല ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇനി ജാം ഒത്തിരി വേണമെങ്കിൽ, ഞാൻ ഒത്തിരി ഒന്നും പുറത്ത് തേച്ചിട്ടില്ല കേട്ടോ, ഒരു സൈസ് തേച്ചിട്ടുള്ളൂ. ശരിക്കും ജാം വേണമെങ്കിൽ ഒന്നുകൂടെ നമുക്ക് നല്ല കളറായിട്ട് കിട്ടും. ഞാൻ കുറച്ച് ജാം ചേർത്തിട്ടുള്ളൂ. ഇപ്പം മധുരം ഉപയോഗിക്കാൻ ഇവിടെ കുറച്ച് പേർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ മധുരം ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. നല്ല ടേസ്റ്റായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. കണ്ടോ? അത് ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇങ്ങനെ നമുക്ക് നടുക്കുന്നത് കണ്ടോ മുറിച്ചെടുക്കാം. വിപ്പിംഗ് ക്രീമും കൂടെ ഉള്ളത് കൊണ്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് തിന്നാൻ കേട്ടോ. ഇച്ചിരി വിപ്പിംഗ് ക്രീം. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.